ഹലോ. ഞായറാഴ്ച ആയാൽ വെറുതെ ഇരിക്കൽ ഒരിക്കലും നടക്കൂല കേട്ടോ. തേജുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വെറുതെ ഇരിക്കാനേ ടൈം വരില്ല. വീടൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. രാവിലെ തന്നെ അടിച്ച് വാരി കുറേ തുണികളൊക്കെ മടക്കാനുണ്ട്. അടുക്കി കൂട്ടി അങ്ങോട്ട് വെച്ചിട്ടോ. ഞാൻ അടിച്ചു വരുമ്പോൾ അടങ്ങിയിരിക്കുന്നേയില്ല. അതിലേ ഇതിലേ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ടി വി വെച്ച് തരാമെന്ന്. അങ്ങനെ ടി വി വെച്ച് കൊടുത്തു. ടി വി വെച്ച് കൊടുത്താൽ കുറച്ച് നേരം ഇങ്ങനെ അടങ്ങി അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഇരുന്നോളൂ. അതൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴാണ് അപാര കാഴ്ച. കുറേ പേപ്പറുകളൊക്കെ കീറി മുറിച്ചങ്ങിട്ടുണ്ട്. റൂമൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അവന് ഇതാട്ടോ പണി. കുറേ പേപ്പറുകൾ കീറുക, മുറിക്കുക, ഒരു ഭാഗത്ത് അങ്ങോട്ട് ഇടുക. എനിക്ക് ഭയങ്കര പണികളൊക്കെ തരും കേട്ടോ. അങ്ങനെ എല്ലാം വൃത്തിയാക്കി ഞാൻ നേരെ അടുക്കള വാതിൽ തുറന്നു. രാവിലെ ഞാൻ അടുക്കള വാതിൽ തുറന്നില്ല കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു. തുറന്നപ്പോൾ ഭയങ്കര വെയിൽ. അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അകത്ത് കയറിയപ്പോൾ കുറേ പാത്രങ്ങൾ. ഞങ്ങൾ 2 പേരുള്ളൂ. എന്താ ഇത്ര പാത്രം എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ ഒരാൾ ഞാൻ ഇടക്കിടക്ക് നോക്കും കേട്ടോ. അപ്പോൾ ഒരാൾ കാലുമ്മ കാലും കയറ്റി വെച്ച് നല്ല ടി വി ആണല്ലോ. അത് കഴിഞ്ഞ് അവന് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ വെള്ളം തിളച്ചു. അരി അങ്ങോട്ട് ഇടാൻ വിചാരിച്ചു. എന്നിട്ട് അരിയൊക്കെ ഇട്ടും പിന്നെ ഒരു കപ്പ് വെള്ളം മൊത്തം അങ്ങോട്ട് കുടിച്ചു കേട്ടോ. മടുത്തു. രാവിലെ തുടങ്ങിയ പണിയാണ്. അതുകൊണ്ട് അവനും വന്ന് എനിക്കും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനും കൊടുത്തു. പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്. അങ്ങനെ കക്കരിക്ക ഉണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ മോരുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അങ്ങനെ കുറച്ച് മോര് കറി വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. പിന്നെ കുറേ പേപ്പറുണ്ട് കേട്ടോ കത്തിക്കാൻ. അങ്ങനെ പുറത്ത് പോയി കത്തിച്ചു. പിന്നെ വേഗം തന്നെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജ് അങ്ങോട്ട് അരിഞ്ഞു. ചോറും വാർത്തു. പിന്നെ പപ്പടം പൊരിച്ചു. അതൊക്കെ കഴിഞ്ഞ് പപ്പടത്തിൻ്റെ മണം അടിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വേഗം തോരൻ അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ച്. പിന്നെ വെള്ളം ചൂടായപ്പോൾ അവനോട് പറഞ്ഞു ബക്കറ്റ് എടുത്തിട്ട് വരാനാ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുളിപ്പിക്കാൻ വേണ്ടി കയറി. അതോടെ എനിക്ക് മതിയായി കേട്ടോ. കുളിപ്പിച്ചൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് മതിയായി. അങ്ങനെ അവനെ ഒരുക്കി ഒരു സോഫയിൽ അങ്ങോട്ട് ഇരുത്തി. ചോറാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടങ്ങിയിരുന്നോളൂ കേട്ടോ ടി വി കണ്ടിട്ട്. ഇങ്ങനെ തോരൻ ഇളക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെറുതായിട്ട് അടി പിടിച്ചു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തോരൻ മാറ്റി ആ ചട്ടിയിൽ തന്നെ മോരുകറി അങ്ങോട്ട് വെച്ചു. അങ്ങനെ എല്ലാം സെറ്റായി. മോരുകറിയും ക്യാബേജ് ഉപ്പേരിയും പപ്പടവും സെറ്റായി. വേഗം തന്നെ അവന് ചോറ് കൊടുത്തു. ഞാനും കഴിച്ചു. അതോടെ മതിയായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.